ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ 3rd മൊഡ്യൂളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഈ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്ന മെയിൻ ഏരിയാസ് ഡെഫിനിഷൻ ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ദെൻ ആൻസിലറി യൂണിറ്റ്സ് എന്താണ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്താണ്, അതിൻ്റെ ചെറിയ ഒരു ഡെഫിനിഷൻ, ദെൻ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME, ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് MSMEs, അതുപോലെ തന്നെ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇത്ര ഏരിയാസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഒരു എൻ്റർപ്രൈസസ് മൈക്രോ എൻ്റർപ്രൈസ് ആണോ, സ്മോൾ ആണോ, മീഡിയം ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ടേൺ ഓവറും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ എ മൈക്രോ എൻ്റർപ്രൈസ് ഈസ് എ യൂണിറ്റ് വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു 1 crore ആൻഡ് ദ ആനുവൽ ടേൺ ഓവർ ഈസ് അപ് ടു 5 crores. അതായത് ഒരു എൻ്റർപ്രൈസസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി വരെയും അതുപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ 5 കോടി വരെയും ആണ് ഉള്ളതെങ്കിൽ ആ എൻ്റർപ്രൈസുകളെ മൈക്രോ എൻ്റർപ്രൈസസ് ആയിട്ടാണ് പറയുന്നത്. ദെൻ സ്മോൾ എൻ്റർപ്രൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എൻ്റർപ്രൈസ് വൺ വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു 10 crores ആൻഡ് ആനുവൽ ടേൺ ഓവർ ഈസ് അപ് ടു 50 crores. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 10 crores വരെയും ആനുവൽ ടേൺ ഓവർ 50 crores വരെയുമുള്ള എൻ്റർപ്രൈസസിനെ സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നു. ദെൻ മീഡിയം എൻ്റർപ്രൈസസ് ഈസ് വൺ വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈസ് അപ് ടു 20 crores ആൻഡ് ടേൺ ഓവർ ഈസ് അപ് ടു 100 crores. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 20 crores വരെയും ആനുവൽ ടേൺ ഓവർ 100 crores വരെയുമുള്ള എൻ്റർപ്രൈസസുകളെയാണ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആൻസിലറി യൂണിറ്റ്സിൻ്റെ ഡെഫിനിഷനാണ്. സോ ആൻസിലറി യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് പ്രൊവൈഡ് ഇൻപുട്സ് ടു അതർ ഇൻഡസ്ട്രീസ്. മറ്റ് ഇൻഡസ്ട്രികൾക്ക്, വലിയ ഇൻഡസ്ട്രീസിന് ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രികളെയാണ് അല്ലെങ്കിൽ യൂണിറ്റ്സിനെയാണ് ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ്സ് ആൻസിലറി യൂണിറ്റ്സ് ആയിട്ട് കണക്ക് കൂട്ടണമെങ്കിൽ ആൻ ആൻസിലറി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് നീഡ്സ് ടു സപ്ലൈ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ടു അതർ ഇൻഡസ്ട്രീസ്. അവർ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ 50% മറ്റ് ഇൻഡസ്ട്രികൾക്ക് അവരുടെ ഇൻപുട്ടായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനെ ഒരു ആൻസിലറി ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആയിട്ട് കണക്ക് കൂട്ടുകയുള്ളൂ. ആൻഡ് ഇറ്റ് മേ ഫാൾ എയ്തർ അണ്ടർ മൈക്രോ, സ്മോൾ ഓർ മീഡിയം എൻ്റർപ്രൈസസ്. ഈ ആൻസിലറി യൂണിറ്റ്സ് മൈക്രോ ആവാം, സ്മോൾ ആവാം, മീഡിയം എൻ്റർപ്രൈസസ്, ഇതിലേതും ആവാം. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും ടേൺ ഓവറും അനുസരിച്ച് അത് മാറിയിരിക്കും. ദെൻ അനദർ ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ആണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. Export oriented units are those small scale industry units which exports at least 30% of its annual production by the end of 3rd year of commencement of production. അതായത് ഇവരുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷം ആകുമ്പോഴത്തേക്കും അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ, ആനുവൽ പ്രൊഡക്ഷൻ്റെ 30% എങ്കിലും എക്സ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവയെ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റുക. ഇത് മൈക്രോ എൻ്റർപ്രൈസ് ആവാം, സ്മോൾ ആവാം, മീഡിയം എൻ്റർപ്രൈസ് ആവാം. പക്ഷേ അവരുടെ എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ്സിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട്, അത് ദറ്റ് ഈസ് മിനിമം 30% എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് കണക്ക് കൂട്ടുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSMEs. സോ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനായിട്ട് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. സോ ഫസ്റ്റ് വൺ, MSMEs ആർ ജനറലി ഓർഗനൈസ്ഡ് ആൻഡ് റൺ ബൈ ഇൻഡിവിജ്വൽ ഓൺടർപ്രണേഴ്സ്. നോർമലി ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, ഒരു സിംഗിൾ വ്യക്തി ആയിരിക്കും ഇങ്ങനെയുള്ള MSMEs ഓർഗനൈസ് ചെയ്യുന്നതും അത് നടത്തിക്കൊണ്ട് പോകുന്നതും. ദെൻ ദേ ആർ ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് using local resources. MSMEs are decentralized and dispersed to rural areas. ഇങ്ങനെയുള്ള MSMEs കൂടുതലും ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. സോ ലോക്കൽ ഏരിയാസിലുള്ള റിസോഴ്സസ് ആയിരിക്കും ഇവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് കൂടുതലും റൂറൽ ഏരിയയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ റൂറൽ ഏരിയയിലേക്കും അവ കൂടുതലായിട്ട് ഉണ്ടാവുക. ദെൻ ദേ റിക്വയർ ലെസ് ക്യാപിറ്റൽ, ദേ ആർ നോട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. MSMEsന് ക്യാപിറ്റൽ ആവശ്യമുണ്ടെങ്കിലും കുറച്ചേ ആവശ്യമുള്ളൂ. സോ അത് ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ ദേ ആർ നോട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ദെൻ
ദേ ആർ ഫണ്ടമെൻ്റലി ലേബർ ഇൻറ്റൻസീവ് യൂണിറ്റ്സ് ഫെസിലിറ്റേറ്റിംഗ് ഗ്രേറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല, പകരം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് MSMEs ലേബർ ഇൻറ്റൻസീവ് യൂണിറ്റ്സ് ആണ്. അവ കൂടുതലായിട്ടും മാൻ പവർ യൂസ് ചെയ്തിട്ടാണ് അവരുടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ദെൻ ദേ ആർ എലിജിബിൾ ഫോർ ഗവൺമെൻറ് അസിസ്റ്റൻസ് ആൻഡ് പാട്രണേജ് ആൻഡ് ഓൾസോ ഫോർ കൺസെഷണൽ ഫിനാൻസ് ബൈ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. MSMEസിന് ഗവൺമെൻറ്റിൻ്റെ പല രീതിയിലുള്ള അസിസ്റ്റൻസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ലോൺസ് ഒക്കെ അല്ലെങ്കിൽ ഫിനാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ കൺസെഷണൽ റേറ്റ്സിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. Then compared to large units, a MSME has a lesser gestation period. That is a period after which the return on investment starts. അവരുടെ ഗസ്റ്റേഷൻ പീരീഡ് വളരെ കുറവായിരിക്കും. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം റിട്ടേൺ കിട്ടാനുള്ള ഒരു ഗ്യാപ്പ് ലാർജ് യൂണിറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. സോ ദീസ് ആർ സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് MSMEs. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME. The primary objective of MSME is to play a complementary role in the socio-economic setup of a country. ഒരു രാജ്യത്തിൻ്റെ സോഷ്യോ ഇക്കണോമിക് സെറ്റപ്പ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് MSMEയുടെ മെയിനായിട്ടുള്ള ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മറ്റ് ഒബ്ജക്റ്റീവ്സ് ടു പ്രൊവൈഡ് ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ആൾക്കാർക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. Then to promote production of a large variety of goods, especially consumer goods through labor intensive methods. കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാതെ ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ട് കൺസ്യൂമർ പ്രൊഡക്ട്സ് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അനദർ ഒബ്ജക്റ്റീവാണ്. ദെൻ ടു ഫെസിലിറ്റേറ്റ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, എസ്പെഷ്യലി ലോക്കൽ റിസോഴ്സസ് ടു അച്ചീവ് ലോക്കൽ സെൽഫ് സഫീഷ്യൻസി. ഓക്കെ, കൂടുതൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്, അത് ഇവരുടെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ഇൻ ഓർഡർ ടു അച്ചീവ് ലോക്കൽ സെൽഫ് സഫീഷ്യൻസി. നെക്സ്റ്റ് വൺ ആണ് ടു എൻഷുർ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഈക്വലി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാൻ. ദെൻ ടു എൻഷുർ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ആസ് റിഗാർഡ്സ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് മീൻസ് എല്ലാ ഏരിയയിലും, റൂറൽ ഏരിയയിലാണെങ്കിലും അർബൻ ഏരിയയിലാണെങ്കിലും ഒരുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഈ MSMEസിൻ്റെ അനദർ ഒബ്ജക്റ്റീവാണ്. ദെൻ ടു ബ്രിങ് ബാക്ക്വേർഡ് ഏരിയാസ് ടു ഇൻ ദ മെയിൻ സ്ട്രീം ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ്. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബാക്ക്വേർഡ് ഏരിയാസിൻ്റെയും കൂടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരിക. ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ഇൻ ദ കൺട്രി. രാജ്യത്തെ എല്ലാ ആൾക്കാരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഉയർത്തുക. ഇതൊക്കെയാണ് MSMEസിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ദെൻ അഡ്വാൻറ്റേജസ് പറയുമ്പം ഓൾമോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ തന്നെയായിരിക്കും അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ടു റിക്വയർ ലെസ് ക്യാപിറ്റൽ. നമുക്ക് വലിയ യൂണിറ്റ്സ് ഒക്കെ തുടങ്ങുന്നതിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറച്ച് ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് MSMEs സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇന്ത്യ പോലെയുള്ള ഒരു ക്യാപിറ്റൽ വളരെ കുറവുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പം ഇത് വളരെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ദർ ഈസ് എ ക്ലോസ് ആൻഡ് ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്റ്റ് വിത്ത് കസ്റ്റമേഴ്സ്. ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് അവിടുത്തെ ഓൺട്രപ്രണർക്ക് അവിടുത്തെ കൺസ്യൂമേഴ്സിനെ പേഴ്സണലി അറിയുന്നുണ്ടാവും. സോ കസ്റ്റമേഴ്സുമായിട്ട് അതുപോലെ ഒരു ക്ലോസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ദീസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് പ്രൈസസ്. ദാറ്റ് ഈസ് ലോക്കൽ ഏരിയയിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അവിടുത്തെ കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും MSMEs ഹെൽപ്ഫുള്ളാണ്. ദെൻ ദീസ് ഹെൽപ്സ് ഇൻ ദ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, എല്ലാ ഏരിയയിലും ഒരുപോലെ ഡെവലപ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ദേ ആർ ജനറലി ബേസ്ഡ് ഓൺ ലോക്കൽ റിസോഴ്സസ്. ലോക്കൽ റിസോഴ്സസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാവുക. ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. ദെൻ ദേ ആർ റിലേറ്റീവ്ലി മോർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കമ്പയർഡ് ടു ബിഗ് ഇൻഡസ്ട്രീസ്. വലിയ വലിയ ഇൻഡസ്ട്രീസിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കൂടുതൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി യൂണിറ്റ്സ് ആയിരിക്കും MSMEs എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് MSMEs. ദെൻ ഡിസഡ്വാൻറ്റേജസിലേക്ക് വരുമ്പം MSMEസിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ദേ ഫേസ് സം ഡിസഡ്വാൻറ്റേജസ്. അതിൽ ഫസ്റ്റ് വൺ ആണ്
MSMEs suffer from lack of funds. They are financially weak. വലിയ യൂണിറ്റ്സിന് കിട്ടുന്ന പോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട് MSMEസിന് കിട്ടുന്നില്ല. ചെറിയ റേറ്റ്സിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫിനാൻസ് പലപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. നെക്സ്റ്റ് വൺ ആണ് ദേ സഫർ ഫ്രം ലാക്ക് ഓഫ് മാനേജീരിയൽ ആൻഡ് അതർ സ്കിൽസ്. ദേ കനോട്ട് എംപ്ലോയ് ഹൈലി പെയ്ഡ് ഒഫീഷ്യൽസ്. ദാറ്റ് മീൻസ് ഒരു MSME സ്റ്റാർട്ട് ചെയ്യുമ്പം അത് ആരാണോ തുടങ്ങുന്നത് അവർ തന്നെയായിരിക്കും അതിൻ്റെ ഓണർ, അതിൻ്റെ മാനേജർ എല്ലാം. ഒരു മാനേജറെ എക്സ്റ്റേണലായിട്ട് കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മാനേജറിയൽ സ്കിൽസൊക്കെ കുറവായിരിക്കും. ദെൻ MSMEs ഓൾവേസ് ഫേസ് ടഫ് കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ്സസ്. വലിയ ബിസിനസ്സുകളിൽ നിന്നുള്ള ടഫ് കോമ്പറ്റീഷൻ. അവർ ചിലപ്പം അവർക്ക് നഷ്ടത്തിലാണെങ്കിലും ചെറിയ പ്രൈസിന് പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള ലാർജ് ബിസിനസ് ആയിരിക്കും. എന്നാൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പലപ്പോഴും ഈ MSMEസിന് പറ്റിയിട്ടുണ്ടാവില്ല. ദെൻ ദേ ആർ നോട്ട് വെൽ എക്യുപ്ഡ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് മോഡേൺ മെത്തേഡ്സ്. ലേറ്റസ്റ്റ് ടെക്നോളജിയോ മോഡേൺ മെത്തേഡ്സോ ഒന്നും അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല. ദെൻ ദേ കനോട്ട് ഇൻസ്റ്റാൾ മോഡേൺ മെഷീനറി ആൻഡ് ലേബർ സേവിങ് ഡിവൈസസ് ഡ്യൂ ടു ഹൈ കോസ്റ്റ്. അതായത് അഡ്വാൻസ്ഡ് മെഷീനറീസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കൂടുതൽ ലേബർ ഓറിയൻറ്റഡ് ആണ് അവരുടെ ആക്ടിവിറ്റീസ് കൂടുതലും. ദെൻ MSMEs cannot afford to spend large sums of money on research and experiments. പുതിയ റിസർച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തി പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ച് സ്റ്റഡീസ് നടത്താനുള്ള കപ്പാസിറ്റിയോ അതിനുള്ള ഫണ്ട്സോ ഒന്നും ഈ MSMEസിന് ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഈ MSMEs ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ MSMEs എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് വരുന്നതെന്നാണ്. സോ MSMEs ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇന്ത്യയെ പോലെ ഒരു പൂർണ്ണ വളർച്ച എത്താത്ത എന്താ പറയുക ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള രാജ്യങ്ങൾക്ക് MSMEs അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് വലിയ കോൺട്രിബ്യൂഷനാണ് നടത്തുന്നുണ്ട്. സോ MSMEs അക്കൗണ്ട് ഫോർ 95% ഓഫ് ദ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഇൻ ഇന്ത്യ, കോൺട്രിബ്യൂട്ട് ടു 40% ഓഫ് ഔട്ട്പുട്ട് ഇൻ മാനുഫാക്ചറിങ് സെക്ടർ ആൻഡ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓവർ 18 മില്യൺ പീപ്പിൾ. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൽ 95% ഈ MSMEs ആണ്. അതുപോലെ തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് 40%, രാജ്യത്തെ 40% ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ MSMEs ആണ്. അതുപോലെ തന്നെ 18 മില്യൺ പീപ്പിളിന് അവർ എംപ്ലോയ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് MSMEസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. സോ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം ഇന്ത്യയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെയധികമാണ്. സോ ഇങ്ങനെയുള്ള MSMEs വരുന്നതോടുകൂടി കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എക്കണോമീനെ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ. നമുക്കറിയാം MSMEs എപ്പോഴും അവർക്ക് ഉള്ള ക്യാപിറ്റൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഹെൻസ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു എ കൺട്രി ലൈക്ക് ഇന്ത്യ വെയർ ക്യാപിറ്റൽ ഈസ് ഡിഫിഷ്യൻറ്റ്. വളരെ കുറച്ച് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന MSMEs ഇന്ത്യ പോലെയുള്ള ക്യാപിറ്റൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് വളരെ ഗുണകരമാണ്. ദെൻ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. എല്ലാ റീജിയൻസും, അർബൺ ഏരിയയും റൂറൽ ഏരിയയും ലോക്കൽ ഏരിയ, എല്ലാ ഏരിയയിലും ഒരുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലോക്കൽ ഏരിയാസിൽ നിന്നുള്ള സപ്പോർട്ട് കൂടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. That is, MSMEs ensure a more equitable distribution of national income and wealth. It removes the drawbacks of capitalism, abnormal profiteering, concentration of wealth and economic power in few hands, etc. That is, MSMEs വരുന്നതോടുകൂടെ രാജ്യത്തിൻ്റെ ഇൻകം വെൽത്ത് അതെല്ലാ ഏരിയയിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അല്ലാതെ ചില ആൾക്കാരുടെ കയ്യിൽ മാത്രം ഇൻകം വെൽത്ത് കുന്നുകൂടുന്ന ഒരു സിറ്റുവേഷൻ മാക്സിമം കുറയ്ക്കുന്നു. ദെൻ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. ഹയർ പർച്ചേസിങ് പവർ. ആൾക്കാർക്ക് കൂടുതൽ പർച്ചേസിങ് പവർ ഉണ്ടാകുന്നു. സോ ഇങ്ങനെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നു.
ദെൻ ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ. MSMEs കൂടുതലായിട്ടും ലോക്കൽ റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കൽ എക്യുപ്മെൻറ്റ്സ്, ലോക്കൽ മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഫോറിൻ ക്യാപിറ്റലിൻ്റെ ആവശ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് ഫോറിൻ ക്യാപിറ്റലിൻ്റെ ഡിപ്പെൻഡൻസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഷോർട്ടർ ഗെസ്റ്റേഷൻ പീരീഡ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി റിട്ടേൺ കിട്ടാനുള്ള ഒരു ടൈം ഗ്യാപ്പ് വളരെ കുറവാണ് MSMEസിൻ്റെ കേസിൽ. ദെൻ പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയബിലിറ്റി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് MSMEs. ദേ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ സ്കിൽ ആൻഡ് ഇനീഷ്യേറ്റീവ് ആൻഡ് പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പെർട്ടിക്കുലർലി എമംഗ് ദ എഡ്യൂക്കേറ്റഡ് ആൻഡ് പ്രൊഫഷണൽ ക്ലാസ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് സെൽഫ് എംപ്ലോയ്മെൻറ്റിലേക്ക് കൂടുതലായിട്ട് അവർ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സംരംഭമാണ് MSMEs. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. MSMEs എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. കാരണം അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ വളരെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ലാർജ് ഇൻഡസ്ട്രീസ്. ദെൻ ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. MSMEs ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? പലതരത്തിലുള്ള ഇൻപുട്സും റോ മെറ്റീരിയൽസും സ്പെയർ പാർട്സ് അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യും. നമ്മളിപ്പോൾ ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ യൂണിറ്റ്സ് ആണ്, എന്നാൽ അവരുടെ പ്രൊഡക്ട്സ് വലിയ യൂണിറ്റ്സുകളുടെ ഇൻപുട്സ് ആയിരിക്കും. സോ അങ്ങനെ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിനും കൂടെ MSMEs ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് MSMEs ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര പോയിൻറ്റ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ MSMEs എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്.